ആൽമരത്തിൽ ചക്കയുണ്ടായി കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആലിന്റെ തായ്തടിയിൽ നിന്ന് മാവിന്റെ ശിഖരങ്ങൾ ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? പ്രകൃതിയുടെ സ്വന്തം നാടായ വയനാട്ടിലെ സുൽത്താൻ ബത്തേരിക്ക് അടുത്തുള്ള കോളേരി ഗ്രാമത്തിലാണ് ഈ അപൂർവ കാഴ്ച. കോളേരി ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്താണ് ഐകമത്യം മഹാബലമെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രകൃതിയുടെ ഈ അപൂർവ സന്ദേശം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇത് പരമാവധി ആൾക്കാരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വയനാട്ടിലെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് കോളേരി ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രം. ഈ ക്ഷേത്രത്തെ പറ്റി പറയുമ്പോൾ ഇതിന്റെ ഏറ്റവും വലിയൊരു മഹാത്ഭുതം എന്നുള്ളത് തന്നെ ഈ ക്ഷേത്രത്തിലെ തിരുമുറ്റത്ത് കാണുന്ന ആല്, മാവ്, പ്ലാവ് എന്നീ വൃക്ഷങ്ങൾ കൂടി സമന്വയിച്ച് നിൽക്കുന്നതാണ്. ഈ സമന്വയിച്ച് നിൽക്കുന്ന ഈ വൃക്ഷങ്ങളുടെ ഇത് വർഷങ്ങൾക്ക് മുന്നേ ഈ വൃക്ഷങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരാൾ നടുകയും അത് ശരിക്കും പറഞ്ഞാൽ മൂന്നും കൂടെ സമന്വയിച്ച് വളർന്നു വന്ന് നിൽക്കുന്നതാണ്. ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നുണ്ട്. അവരുടെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഇങ്ങനെ അവിടെ നമുക്ക് കാണാം. മണികൾ കെട്ടുക, പ്രാർത്ഥിക്കുക, അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ഫലങ്ങൾ കിട്ടിയിട്ടുണ്ട്. കോളേരി ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രം എന്നറിയപ്പെടുന്ന വയനാട്ടിലെ ഏറ്റവും വലിയ ശിവരാത്രി നടത്തുന്ന മഹാക്ഷേത്രമാണ്. പറമ്പിൽ ഇട്ടണ്ടാൻ എന്ന് പറയുന്ന ഒരു അച്ഛനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ക്ഷേത്രം ഇവിടെ പണിതു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ഒരു ജീവിത ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇത് പിൽക്കാലത്ത് തലമുറകളായിട്ട് നിലനിൽക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം സ്വന്തം നിലയ്ക്ക് തന്നെ കുഴി കുത്തി 3 തൈ ഒരു കുഴിയിൽ വെച്ചിട്ട് ഇതൊരു മഹാവൃക്ഷമായി മാറട്ടെ അതൊരു സന്ദേശത്തിന്റെ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വലിപ്പമാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അന്ന് അദ്ദേഹം അത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഇന്നത്തെ അവസ്ഥ അന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഒരു ഗുരുഭക്തനായിരുന്ന അദ്ദേഹത്തിന്റെ ആ ഓർമ്മയ്ക്ക് അവര് തന്നെയാണ് അതിന്റെ പരിപാലനമൊക്കെ ആയിട്ട് ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടത്. ഇങ്ങനെ ഒരു വൃക്ഷത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് പ്ലാത്മാവെന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു പേര് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവില്ല ഒരു വൃക്ഷത്തിന്, പ്ലാത്മാവ്. ഇതിനെ പ്ലാത്മാവ് എന്ന് വിളിക്കുന്നത് ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ വാക്ക് ഇതിൽ 3 എണ്ണം, പ്ലാവുണ്ട്, മാവുണ്ട്, ആലുണ്ട്. ഈ 3 വൃക്ഷങ്ങളും ഒന്നിച്ചു ചേർന്ന് നിങ്ങൾ ഇതിന്റെ മൂട് കണ്ടില്ലേ, ഒന്നായി നിൽക്കുകയാണ്. ഇതിന്റെ മൂടിനെ ഇനി നിങ്ങൾക്ക് വേർപെടുത്താനാവില്ല. ഏതോ ഒരു ദീർഘവീക്ഷണമുള്ള ഒരു മനുഷ്യൻ ഈ 3നെയും കൂടി ചേർത്ത് ഇവിടെ നട്ടതാ. ഇവർ വളർന്നു വന്നപ്പോഴെന്തായി, ഇവർ ഒറ്റ മൂടായി മാറി. ഇന്ന് ഇതിനെ വേർതിരിക്കുവാൻ, ഇതിനെ പ്ലാവെന്നും മാവെന്നും ആലെന്നും വേർതിരിക്കാൻ പറ്റാത്തതക്കവണ്ണം ഇവർ ഒന്നായി മാറി. ഇതൊരു വലിയ സന്ദേശമാണ് സമൂഹത്തിലേക്ക് നൽകുന്നത്. ഇന്ന് ഒന്നായിരിക്കുന്നതിനെയെല്ലാം പലതാക്കാനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതൊരു വലിയ സന്ദേശം നൽകുന്നു. എങ്ങനെ പല സ്പീഷീസ് ആയിരുന്ന ഈ വൃക്ഷങ്ങൾ ഒന്നായി മാറി എന്നുള്ളത്. ഇതാണ് സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്ന ഗുരുവിന്റെ ദിവ്യ സന്ദേശത്തിന്റെ പ്രായോഗികത. അത് പ്രകൃതിക്കാവും എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ 3 വൃക്ഷങ്ങൾ. 3 ഗണത്തിൽപ്പെട്ട 3 ഇനത്തിൽപ്പെട്ട ഈ വൃക്ഷങ്ങൾക്ക് ഏതിനത്തിൽപ്പെട്ടാലും അവർക്കൊന്നാകാൻ കഴിയും എന്നുള്ള വലിയ സന്ദേശം. ഗുരുവിന്റെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം കണ്ട. ഇതുപോലെ ഏത് രാജ്യത്തുള്ളവരായിരുന്നാലും, ഭൂഖണ്ഡത്തിന്റെ ഏത് പ്രദേശത്തുള്ളവരായിരുന്നാലും അവർ മനുഷ്യരെന്ന ഒരൊറ്റ ഇനത്തിൽപ്പെടും എന്ന വലിയ സന്ദേശം. ഇത് ഈ ആലിൽ നിന്ന് മുളച്ചു എന്നല്ലേ തോന്നൂ. ഇതിന്റെ മൂടില്ല വേറെ. ഇത് മാവാണ്. ഇതിന്റെ ഇലകളുണ്ട്, മാവാണ്. ഇത് സീസണിൽ മാങ്ങ കായ്ക്കും. ഈ മാവിന്റെ ഈ ശിഖരം ഉണ്ടായിരിക്കുന്നത് ആലിന്റെ തടിയിൽ നിന്നാണെന്നല്ലേ മനസ്സിലാവൂ. കണ്ടോ, അവർക്ക് പ്രത്യേക മൂട് വേണ്ട. ഒരൊറ്റ മൂടിൽ നിന്ന് രണ്ടിന്റെയും ഗുണം അവർ കാണിക്കും. മാവിന്റെ മാങ്ങാതരും ലാലിന്റെ ഗുണം കാണിക്കും. കണ്ടോ, ഈ തിരിച്ച് വേർപെടുത്താൻ പറ്റാത്തതക്കവണ്ണം ഒരൊറ്റ മൂടിൽ നിന്ന് അവർ 2 വൃക്ഷമായി മാറുന്നു. ഇതാണ് ഗുരു അദ്വൈത ദീപികയിൽ പറഞ്ഞത്. ദിത്തൊന്നുതാൻ വിവിധമായി വിലസുന്നു, ഇതിനർത്ഥാന്തരം ചെറുതുമില്ല വിശേഷമായി. ഗുരു പഠിപ്പിക്കുകയാണ്, ഒരൊറ്റ
ഒരൊറ്റ വിത്ത് തന്നെയാണ് ഈ വിവിധങ്ങളായി വിലസുന്നത്. അതിന് അർത്ഥാന്തരമില്ല, അതിന് അർത്ഥഭേദമില്ല, വ്യത്യാസമില്ല. നോക്കൂ, ഒരൊറ്റ തടി, അതിൽ നിന്നിതാ വ്യത്യസ്തമായ മാവുണ്ടായിരിക്കുന്നു. വിത്തൊന്നുതാൻ വിവിധമായി വിലസുന്നു. നോക്കൂ, ഇത് ഈ പ്ലാത്മാവിലെ ചക്കയാണ് കേട്ടോ. നമുക്ക് എത്ര സുന്ദരമായി, എത്ര സാധാരണ ഒരു പ്ലാവിൽ ഉണ്ടാകുന്ന പോലെ ഈ പ്ലാത്മാവിലും ചക്ക ഉണ്ടായിരിക്കുന്നു. ഈ പ്ലാത്മാവ് നോക്കിയേ, ഇതിന്റെ മൂട ഏതാ? ഇത് ആലിൽ നിന്ന് ഉണ്ടായ പ്ലാവാണെന്നല്ലേ തോന്നൂ. കണ്ടോ, ഈ പ്ലാത്മാവ്, ഇത് ചക്ക പഴുത്തു, ഇതാ നല്ല മണമുണ്ട്, ചക്കപ്പഴത്തിന്റെ നല്ല മണം. ഇതാ ഈച്ചകളൊക്കെ ചുറ്റും പറക്കുന്നുണ്ട്. അപ്പൊ ഒരു പ്ലാവിന്റെ എല്ലാ ഗുണത്തോടും കൂടി ഈ ആലിനോട് ചേർന്ന് ആ ഒരൊറ്റ മൂടിൽ നിന്ന് ഈ പ്ലാവും ഉണ്ടായിരിക്കുകയാണ്. ഈ പ്രകൃതി തരുന്ന സന്ദേശത്തെ ഉൾക്കൊണ്ട് മനുഷ്യരെല്ലാവരും ഒന്നായി സ്നേഹത്തോടും സന്തോഷത്തോടും സാഹോദര്യത്തോടും സഹവർത്തിത്വത്തോടും കൂടി വളരുവാൻ, ഇതിനപ്പുറത്തൊരു സഹവർത്തിത്വത്തിന്റെ സന്ദേശമുണ്ടോ സുഹൃത്തുക്കളെ? നോക്കൂ, ഈ ഒരൊറ്റ മൂടിൽ നിന്ന് അവരുടേതായ ധർമ്മങ്ങൾ ചെയ്യുന്നു. മാവ് മാങ്ങ തരുന്നു, പ്ലാവ് ചക്ക തരുന്നു, ആലിന്റെ ധർമ്മം ചെയ്യുന്നു. ഇതുപോലെ സകല മനുഷ്യരും ഒന്നായി നിന്നുകൊണ്ട് നമുക്ക് ഒന്നിച്ചു നിന്ന് ഈ പ്രകൃതിയെ സമ്പന്നമാക്കാം. ഈ വലിയ സന്ദേശം തന്ന, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ മാവിനെയും ഈ ആലിനെയും ഈ പ്ലാവിനെയും ഒന്നിച്ചു നടുവാൻ തോന്നിയ ഒരു വലിയ മനുഷ്യൻ ഉണ്ട്. ഒരു 10-40 വർഷത്തിന് മുമ്പാണെന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. 40 വർഷത്തിന് മുമ്പ് ഇത് 2-3 കൂടി ഒരുമിച്ച് നടാൻ തോന്നിയ ഒരു വലിയ വിശാലമായ ഒരു മനസ്സുണ്ടല്ലോ. ആ മനസ്സിനെ നമിച്ചുകൊണ്ട് ഈ പ്ലാത്മാവ് തരുന്ന സന്ദേശത്തെ ലോകം ഉൾക്കൊള്ളട്ടെ എന്ന പ്രാർത്ഥനയോടെ.